മഹാനായ ഫ്രാൻസിസ് ഓഫ് അസീസി ഈ ലോകത്ത് ഒരു വിശുദ്ധനായി ജീവിച്ച ഭക്തനായ മനുഷ്യനാണ്. തൻ്റെ ജീവിതത്തിൻ്റെ അവസാന നാളുകളിൽ താൻ ഈ ലോകത്തോട് യാത്ര പറയാനായിട്ട് ഒരുങ്ങുന്ന അവസരം അദ്ദേഹത്തിൻ്റെ ചുറ്റും കൂടി നിന്നതായിട്ടുള്ള ശിഷ്യഗണം അദ്ദേഹത്തോട് അവസാനമായി അവരിലൊരാൾ ഇങ്ങനെ ആവശ്യപ്പെട്ടു, ഗുരു, അങ്ങ് ഈ ലോകത്തുനിന്ന് യാത്ര പറയുന്നതിന് മുൻപ് അവസാനമായി ഞങ്ങളോട് എന്തെങ്കിലും ഒരു വാക്ക് അങ്ങ് പറയണം. അല്പ ആലോചനയ്ക്ക് ശേഷം അദ്ദേഹം പറഞ്ഞത് ഇപ്രകാരമാണ് രേഖപ്പെടുത്തിയത്, വായിച്ചത്: സഹോദരങ്ങളെ, നാം ഇന്നോളം ഒന്നും ചെയ്തിട്ടില്ല, എല്ലാം നമുക്കൊരിക്കൽ കൂടി ആരംഭിക്കാം. ലെറ്റ് us start anew. നിങ്ങളിലുള്ള ഏറ്റവും നല്ലത് ഇനിയും പുറത്ത് വരുവാനായിട്ടുണ്ട്. ഒരു ഭ്രാന്തനെ പോലെ ക്രിസ്തുവിന് വേണ്ടി അലഞ്ഞതായിട്ടുള്ള മനുഷ്യൻ, മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ഉൽക്ക പോലെ എരിഞ്ഞതായിട്ടുള്ള ഒരു മനുഷ്യൻ, തൻ്റെ ജീവിതത്തിൻ്റെ സായാഹ്നത്തിൽ തൻ്റെ ശിഷ്യന്മാരോട് പറയുകയാണ്, ലെറ്റ് us start anew. ഓരോ പുതുവർഷത്തെയും കുറിച്ചുള്ള ചിന്ത, എല്ലാം പുതുതായി ആരംഭിപ്പാൻ ദൈവം തരുന്ന മറ്റൊരൂഴമാണ്. എവരി ന്യൂ ഇയർ ഈസ് എ ചാൻസ് ടു സ്റ്റാർട്ട് anew. ജീവിതം എന്ത് പഠിപ്പിച്ചു? ഒരു പുസ്തകത്തിൻ്റെ തലക്കെട്ടാണ്. കേരള സംസ്ഥാനത്തിൻ്റെ അഡീഷണൽ ചീഫ് സെക്രട്ടറി ആയിട്ട് ഔദ്യോഗിക ജീവിതത്തിൽ വിരമിച്ച TN ജയചന്ദ്രൻ സാർ എഴുതിയ പുസ്തകത്തിൻ്റെ തലക്കെട്ടാണ് ഞാൻ ഈ പറഞ്ഞത്. കേരളത്തിൻ്റെ സാമൂഹ്യ, രാഷ്ട്രീയ, സാഹിത്യ മണ്ഡലങ്ങളിൽ തനതായ വ്യക്തിമുദ്ര പതിപ്പിച്ച 70 പേരുടെ ജീവിതാനുഭവങ്ങൾ, അവരവരുടെ ജീവിതങ്ങളിലേക്ക് പുറകോട്ട് തിരിഞ്ഞു നോക്കി ചുരുക്കം വാക്കുകളിൽ എഴുതിയ അധ്യായങ്ങളാണ് അതിലുള്ളത്. അതിൽ ഒരധ്യായം എഴുതിയിരിക്കുന്നത് എറണാകുളം സ്വദേശിയായിരിക്കുന്ന സാഹിത്യകാരനും മാനേജ്മെന്റ് വിദഗ്ധനുമായിരിക്കുന്ന ശ്രീ എ സേതുമാധവനാണ്. അദ്ദേഹം ജീവിതം എന്ത് പഠിപ്പിച്ചു എന്ന് സ്വന്തം ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ട് എഴുതിയിരിക്കുന്ന ലേഖനത്തിൻ്റെ 2 കുഞ്ഞു വാചകങ്ങളുണ്ട്. കൂട്ടിക്കിഴച്ച് നോക്കിയാൽ തരക്കേടില്ലാത്ത ജീവിതം. ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന 80% ആളുകളും ഒരു പക്ഷേ അങ്ങനെ അഭിപ്രായപ്പെടും. തട്ടിക്കൂട്ടി നോക്കിയാൽ തരക്കേടില്ലാത്ത ജീവിതം. അദ്ദേഹം അവിടെ വെച്ച് നിർത്തുന്നില്ല, വീണ്ടും എഴുതുകയാണ്, എന്നാൽ വേണ്ടതുപോലെ ആയില്ല എന്നൊരു തോന്നൽ. അടുത്ത വാചകമാണ് ശ്രദ്ധേയം: എല്ലാം ആദ്യമേ ഒന്നുകൂടി തുടങ്ങാൻ കഴിഞ്ഞെങ്കിൽ. പ്രിയരെ, 2 ഉദ്ധരണികളാണ് ഞാൻ പ്രാരംഭമായി നിങ്ങളോട് ഉദ്ധരിച്ചത്. ലെറ്റ് us start anew. എല്ലാം ഒന്നുകൂടി തുടങ്ങാൻ കഴിഞ്ഞിരുന്നെങ്കിൽ. ഇന്ന് ധ്യാനിക്കുന്നതായിട്ടുള്ള വേദഭാഗം ദൈവം ഒരു ദേശത്തിൻ്റെ, ജനതയുടെ ജീവിതത്തിൽ നൽകുന്ന 2ാം ഊഴത്തിൻ്റെ ദർശനമാണ്. നമുക്ക് വളരെ പരിചിതമായിട്ടുള്ള വേദഭാഗം. അസ്ഥിത്താഴ്വരയുടെ ദർശനമെന്ന് അതിനെ വിശേഷിപ്പിക്കാനായിട്ട് സാധിക്കും. ഒരു ജനത നിർജീവതയിൽ നിന്ന് സജീവതയിലേക്ക്, ഒരു ജനത ശ്മശാന തുല്യമായ മൗനത്തിൽ നിന്ന് വാചാലതയിലേക്ക്, ഒരു ജനത, ഒരു ദേശം തകർച്ചയിൽ നിന്ന് ഒരു പുനരുദ്ധാരണത്തിലേക്ക്, അതിലൊക്കെ ഉപരി ചിതറിക്കപ്പെട്ട അവസ്ഥയിൽ നിന്ന് ഒരു സമൂഹ രൂപീകരണത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ ദർശനം വളരെ ലളിതമാണ്. അസ്ഥിത്താഴ്വരയിലെ അസ്ഥികൾ വലിയ ഒരു സൈന്യ വ്യൂഹമായി നിവർന്നു നിൽക്കുന്നതായിട്ടുള്ള ദർശനം. ഇതെഴുതുന്ന പ്രവാചകന്റെ പേര് യെഹെസ്കേൽ. പഴയ നിയമത്തിലെ വലിയ പ്രവാചകന്മാരിൽ ഒരാളാണ്. പേരിൻ്റെ അർത്ഥം ദൈവം ബലപ്പെടുത്തുന്നു. വേദപുസ്തക വായനയിൽ തിരിച്ചറിയുവാൻ സാധിക്കും, ഇസ്രായേലിൻ്റെ പഴയ നിയമ ചരിത്രത്തിൽ പുരോഹിതനായിട്ടുള്ള ബൂസിയുടെ മകൻ 30-ാം വയസ്സിൽ പ്രവചനം ആരംഭിച്ചു. യെശയ്യാവിനോട് ചേർന്ന് പ്രവചനം നടത്തിയതിനെക്കുറിച്ച് ചരിത്രരേഖകളിൽ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. പൗരോഹിത്യത്തിൻ്റെ ശ്രേഷ്ഠതയും ആരാധനയുടെ മഹത്വവും അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്.
ദൈവാലയത്തെക്കുറിച്ചും ആരാധനയെക്കുറിച്ചും വ്യക്തമായ ധാരണയുള്ള ഒരു പ്രവാചകനാണ് യെഹെസ്കേൽ. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ പാപത്തിൻ്റെ പ്രകടഭാവങ്ങളെ ശക്തമായിട്ട് വിമർശിക്കുകയും ദൈവജനത്തെ അതിൽ നിന്ന് മടക്കി വിളിക്കുകയും ചെയ്യുന്നു. രണ്ട് കാര്യങ്ങൾക്കാണ് ഏറെ ശക്തീകരണം നൽകിയത്. ഒന്ന്, ഭാവിയെക്കുറിച്ചുള്ള ശുഭാപ്തി വിശ്വാസം. രണ്ട്, ദൈവകൃപയിലുള്ള ആശ്രയം. ഈ പ്രവചന പുസ്തകത്തിൻ്റെ ഏറ്റവും ശക്തീകരണമായ രണ്ട് കാര്യങ്ങൾ പറയുവാൻ പറഞ്ഞാൽ, ഒരു ശുഭാപ്തി വിശ്വാസം, എല്ലാ പ്രതിസന്ധികൾക്കും അപ്പുറം an optimistic faith. രണ്ട്, ദൈവകൃപയിലുള്ള ആശ്രയം. അതുകൊണ്ട് തന്നെ പ്രവാചകന്റെ കാലഘട്ടത്തിൽ ഈ പ്രവചനം ശ്രവിച്ചതായിട്ടുള്ള ജനതയ്ക്കും നൂറ്റാണ്ടുകളായി ഈ പ്രവചനം വായിക്കുന്നതായിട്ടുള്ള ദൈവജനത്തിനും പ്രത്യാശാഭരിതരായിട്ട് ജീവിക്കുന്നതിനും അതുപോലെ തന്നെ ദൈവ സാന്നിധ്യത്തിൽ ജീവിപ്പാൻ പ്രേരിപ്പിക്കുന്നതിനും ഈ പ്രവചനം മുഖാന്തരമായി തീർന്നിട്ടുണ്ട്. ഈ വായിച്ച അധ്യായത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് യെഹെസ്കേൽ പ്രവാചകന്റെ ഒരു സാമൂഹ്യ രാഷ്ട്രീയ മതപരമായ പരിസരം ചുരുക്കം വാചകങ്ങളിൽ നിങ്ങളെ ഓർപ്പിപ്പാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. യെഹെസ്കേൽ തൻ്റെ ശുശ്രൂഷ നിർവഹിക്കുന്ന കാലഘട്ടം എന്ന് പറയുന്നത് ഇസ്രായേലിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും ഇരുളടഞ്ഞ കാലഘട്ടമാണ്. ദൈവത്തിൻ്റെ സ്വന്തം ജനമാണ്, ദൈവം തിരഞ്ഞെടുത്ത ജനമാണ് ഇസ്രായേൽ. അതുകൊണ്ട് തന്നെ ദൈവം അവരെ ധാരാളമായിട്ട് അനുഗ്രഹിച്ചു. പ്രതാപശാലികളായിരുന്നു. ദൈവം അവർക്ക് ഉയർച്ച നൽകി, കരുത്തുറ്റ രാജാക്കന്മാരെ നൽകി, ശത്രു രാജ്യങ്ങളുടെ മേൽ ജയം നൽകി. എന്നാൽ പ്രതാപകാലത്ത് ദൈവത്തിൽ നിന്ന് ഈ ജനം അകലുകയാണ്. പലപ്പോഴും അങ്ങനെയാണ് ജീവിതത്തിൻ്റെ പ്രതാപത്തിൽ ദൈവത്തെ വിസ്മരിക്കുന്ന ദൈവജനം. പഴയ നിയമ കാലഘട്ടത്തിൽ മാത്രമല്ല, ഇന്ന് ആധുനികതയുടെ മധ്യത്തിലും ജീവിതത്തിൻ്റെ അനുഗ്രഹങ്ങൾ കരഗതമാകുമ്പോൾ ദൈവത്തെ മറക്കുന്ന, ദൈവവചനത്തെ ഉപേക്ഷിക്കുന്ന ജനതയെ കാണുവാൻ സാധിക്കും. എന്നാൽ മടക്കി വരുത്തുവാൻ ദൈവം പല പദ്ധതികൾ ആവിഷ്കരിക്കുന്നുണ്ട്. അയൽ രാജ്യങ്ങൾ, പ്രതാപശാലികളായ ശക്തന്മാരായ സാമ്രാജ്യ ശക്തികളെ കൊണ്ട് ഇസ്രായേൽ ജനത്തെ ദൈവം അടിക്കുന്നുണ്ട്. അസീറിയൻ, ബാബിലോണിയൻ, പേർഷ്യൻ, ഗ്രീക്ക്, റോമൻ സാമ്രാജ്യങ്ങൾ ഈ ജനതയുടെ മേൽ ആധിപത്യം നടത്തി അവരെ ദൈവത്തിങ്കിലേക്ക് നോക്കുവാനായിട്ട് പ്രേരിപ്പിക്കുന്നു. ഏറ്റവും ശക്തമായ അടി ഇവർക്ക് ലഭിക്കുന്നത് ബാബിലോൺ പ്രതാപത്തിൻ്റെ കാലഘട്ടത്തിലാണ്. കൃത്യമായി പറഞ്ഞാൽ BC 587 നെബൂഖദ്നേസറിന്റെ ആഭിമുഖ്യത്തിൽ അല്ലെങ്കിൽ നേതൃത്വത്തിൽ നേരിട്ടതായിട്ടുള്ള ആക്രമണം ഈ ജനതയെ തകർച്ചയിലേക്ക് നയിച്ചു. ദേശം ആക്രമിക്കപ്പെട്ടു, അവരുടെ ആലയം തകർത്തു, പൂജാസാധനങ്ങൾ കൊള്ളയടിച്ചു, രാജാവിനെ ബന്ധിയാക്കി, ജനതകളെ നാടുകടത്തി. എല്ലാം നഷ്ടപ്പെട്ടു. ആരാധനയില്ല, ആലയമില്ല, രാജാവില്ല, ദൈവവചനമില്ല. അവരുടെ അസ്തിത്വം തന്നെ നഷ്ടപ്പെട്ട് എല്ലാ രീതിയിലും അവരുടെ ആത്മീയത പോലും ചോദ്യം ചെയ്യപ്പെട്ടു. ഈ അവസ്ഥ സങ്കീർത്തന പുസ്തകങ്ങളിൽ വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് 137 സങ്കീർത്തനമായി ആരംഭിക്കുമ്പോൾ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു, ഞങ്ങൾ ബാബേൽ നദിയുടെ തീരത്തിരുന്ന് സിയോനെ ഓർത്തപ്പോൾ കരഞ്ഞു. ഞങ്ങളോട് പാടുവാനൊക്കെ ആവശ്യപ്പെട്ട്, ഞങ്ങൾക്ക് പാട്ടില്ല, ഞങ്ങളുടെ മുഖത്ത് സന്തോഷമില്ല, എല്ലാം തകർന്നിരിക്കുന്നതായിട്ടുള്ള അവസ്ഥ. പ്രിയരെ, വായിച്ച വേദഭാഗം പ്രത്യേകിച്ച് 32 അധ്യായം ഉൾപ്പെടുന്നത് ഒരു പ്രത്യേക ഗണത്തിലാണ്. യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 33 മുതൽ 39 വരെയുള്ള അധ്യായങ്ങൾ ഈ ജനതയുടെ പ്രവാസത്തിൽ നിന്നുള്ള തിരിച്ചുവരവിൻ്റെ ചരിത്രമാണ്. അതിനെക്കുറിച്ചുള്ള ദർശനങ്ങളാണ്. ദൈവം അവരെ അതിനുവേണ്ടി ഒരുക്കുന്നതായിട്ടുള്ള അധ്യായങ്ങളായിട്ട് കാണുവാനായിട്ട് സാധിക്കും. 37 അധ്യായം ഇന്ന് നാം ധ്യാനിക്കുന്നത് ഇത്തരത്തിലുള്ള ഒരു വേദഭാഗമാണ്. കൃത്യമായ ഈ 10 വാക്യങ്ങൾ ദ വാലി ഓഫ് ഡ്രൈ ബോൺസ്, ഉണങ്ങിയ അസ്ഥികളുടെ താഴ്വര എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. പ്രത്യാശാനിർഭരമായ ഒരു ഭാവി ഒരുക്കുന്ന, ഒരു പുത്തൻ തുടക്കത്തിനു വേണ്ടി ആഹ്വാനം ചെയ്യുന്ന ദൈവത്തെക്കുറിച്ചുള്ള, ദൈവജനത്തെക്കുറിച്ചുള്ള ദർശനമാണ്.
എന്താണ് ഡ്രൈ ബോൺസ്? ഉണങ്ങിയ അസ്ഥി സൂചിപ്പിക്കുന്നത് ചിതറിപ്പോയ നിർജീവമായ ജീർണതയുടെ പാരമ്യമാണ് അസ്ഥി. ഇനി അതിന് രൂപമില്ല, ജീവനില്ല, ആകാര സവിശേഷതകളോ സൗന്ദര്യമോ ഒന്നും തന്നെ ഇല്ല. ദ ക്ലൈമാക്സ് ഓഫ് ഡീക്കേ. അസ്ഥി സൂചിപ്പിക്കുന്നത് ഇത് സമൂഹത്തിലാകാം, മതസംവിധാനത്തിലാകാം, കുടുംബത്തിലാകാം, ദേശത്തിലാകാം, സഭയ്ക്കുള്ളിലാകാം. ജീർണതയുടെ പാരമ്യത്തിൽ നിൽക്കുന്നതായിട്ടുള്ള സാഹചര്യം കൃത്യമായിട്ട് അതിൻ്റെ 11-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ അസ്ഥികൾ ഇസ്രയേൽ ഗ്രഹമൊക്കെയുമാകുന്നു. ഞങ്ങളുടെ അവസ്ഥകൾ, ഞങ്ങൾ ഉണങ്ങി, പ്രത്യാശയ്ക്ക് ഭംഗം വന്ന്, ഞങ്ങൾ തീരെ മുടിഞ്ഞിരിക്കുന്ന അവസ്ഥ, ജീർണതയുടെ പാരമ്യം. ഇനി അവർക്ക് ഒന്നുമില്ല, പ്രത്യാശയ്ക്ക് ഭംഗം വരുന്നതായിട്ടുള്ള സാഹചര്യം. പ്രിയരെ, ഇന്ന് ഈ വേദഭാഗം ധ്യാനിക്കുന്ന അവസരത്തിൽ പ്രത്യാശയ്ക്ക് ഭംഗം വരുന്ന ഒട്ടനവധി സാഹചര്യങ്ങളുടെ മധ്യത്തിലാണ് ഞാനും നിങ്ങളും ഈ കൺവെൻഷനായിട്ട് ചേർന്ന് വന്നിരിക്കുന്നത്. ഇന്ന് നാം സ്വസ്ഥമായി ഇവിടെ ഇരിക്കുന്ന അവസരത്തിൽ ദേശീയ അന്തർദേശീയ തലങ്ങളിൽ മുതൽ ആഭ്യന്തര, പ്രാദേശിക, ഗാർഹിക, വൈയക്തിക തലങ്ങളിൽ വരെ പ്രത്യാശ നഷ്ടപ്പെടുന്ന സാഹചര്യങ്ങൾ ഒട്ടനവധിയുണ്ട്. ഇന്ന് യുദ്ധം മൂലം, പലായനം മൂലം, പെട്ടെന്നുള്ള മരണങ്ങൾ മൂലം, പീഡനങ്ങൾ മൂലം പ്രത്യാശ നഷ്ടപ്പെടുന്ന സാഹചര്യം. കലാപങ്ങൾ കത്തിക്കയറുമ്പോൾ ഗാസയിൽ ഇന്ന് പത്രത്തിലും രേഖപ്പെടുത്തിയിട്ടുണ്ട്, ചോരപ്പുഴ ഒരുകുമ്പോൾ നഷ്ടമാകുന്നത് പ്രത്യാശയാണ്. അപ്രതീക്ഷമായി തീയും തിരയും മനുഷ്യ ജീവിതത്തെ നഷ്ടപ്പെടുത്തുമ്പോൾ പ്രത്യാശയ്ക്ക് ഭംഗം വരികയാണ്. ജാതി വിവേചനവും ന്യൂനപക്ഷ പീഡനവും വർദ്ധിക്കുന്ന സമകാലിക സാമൂഹ്യ പശ്ചാത്തലത്തിൽ പ്രത്യാശയ്ക്ക് ഭംഗം വരികയാണ്. ലഹരിക്ക് അടിമപ്പെട്ട് കുഞ്ഞുങ്ങളും യുവജനങ്ങളും നശിക്കുമ്പോൾ ഒരു സമൂഹത്തിൻ്റെ പ്രത്യാശയ്ക്ക് ഭംഗം വരികയാണ്. വൃദ്ധരായ മാതാപിതാക്കൾ വഴിയിൽ ഉപേക്ഷിക്കപ്പെടുമ്പോൾ പ്രത്യാശയ്ക്ക് ഭംഗം വരികയാണ്. പകപോക്കലിനായി പണമിറക്കി ഗുണ്ടകളെ പരിപാലിപ്പിക്കുന്ന അക്രമ രാഷ്ട്രീയം സമൂഹത്തിൽ വർദ്ധിക്കുമ്പോൾ പ്രത്യാശയ്ക്ക് ഭംഗം വരികയാണ്. പ്രിയരെ, ജനാധിപത്യ സംവിധാനങ്ങളിൽ സുതാര്യത നഷ്ടപ്പെടുന്നെങ്കിൽ ഒരു സമൂഹത്തിൻ്റെ, രാഷ്ട്രത്തിൻ്റെ പ്രത്യാശയ്ക്ക് ഭംഗം വരികയാണ്. കർഷകനും ആദിവാസിയും തീരദേശ മലയോര മേഖലകളും ഇന്ന് വളരെയേറെ വെല്ലുവിളികൾ നേരിടുമ്പോൾ പ്രത്യാശയ്ക്ക് ഭംഗം വരികയാണ്. എന്നാൽ ഇവിടെ പ്രത്യാശയ്ക്ക് ഭംഗം വന്ന് ജീർണത കൊണ്ട് അവസാനിക്കുകയല്ല ഈ വേദവാക്യങ്ങൾ. ഒരു മടക്കയാത്ര, എ ന്യൂ ബിഗിനിങ്. നിന്റെ എല്ലാ പ്രതീക്ഷകളും നഷ്ടമാകുന്ന അവസരത്തിലും പുത്തൻ പ്രതീക്ഷയ്ക്ക് സാധ്യതയുണ്ടെന്ന് പറയുന്ന ഒരു ദർശനമാണ് ഇന്നത്തെ ഈ ധ്യാനം. നാശത്തിൻ്റെ ദർശനമുണ്ടായ അതേ താഴ്വരയിൽ പ്രത്യാശയുടെ ദർശനവും ദൈവം ഒരുക്കുകയാണ്. ഇത് ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ചുള്ള വാക്കുകളല്ല. 12-13 വാക്യങ്ങളിൽ പറയുന്നു, എൻ്റെ ജനമേ, ഞാൻ നിങ്ങളുടെ ശവക്കുഴി തുറന്ന് ഇസ്രയേൽ ദേശത്തേക്ക് നിങ്ങളെ മടക്കിക്കൊണ്ടുവരും. നാശവക്രത്തിൽ നിന്ന് ഒരു പുതിയ തുടക്കത്തിന് വേണ്ടി ദൈവം ആഗ്രഹിക്കുന്നു. ഒരു വാചകം പറഞ്ഞ് ഇതിൻ്റെ വാക്യങ്ങളിലേക്ക് ഞാൻ പ്രവേശിക്കാം. ഈ വേദഭാഗം നമ്മോട് സംസാരിക്കുന്നത്, നോ സിറ്റുവേഷൻ ഈസ് ടു ഹോപ്പ്ലെസ് ഫോർ ഡിവൈൻ ഇന്റർവെൻഷൻ. അഭിവന്യ തീത്തോസ് തിരുമേനി സംസാരിച്ച അവസരത്തിൽ പറഞ്ഞു, അസാധ്യമായിട്ട് ഒന്നുമില്ല, ദൈവത്താൽ എല്ലാം സാധ്യം. ഏത് പ്രശ്നങ്ങളുടെ, ഏത് അന്ധകാരത്തിൻ്റെ, ഏത് ജീർണതകളുടെ മധ്യത്തിലും നോ സിറ്റുവേഷൻ ഈസ് ടു ഹോപ്പ്ലെസ് ഫോർ ഡിവൈൻ ഇന്റർവെൻഷൻ. യഥാസ്ഥാനപ്പെടുത്തുന്ന, പുത്തൻ സാധ്യതയൊരുക്കുന്ന, ജീവിതത്തിൻ്റെ മടക്കയാത്രയ്ക്കായി നമ്മെ സഹായിക്കുന്ന ഒരു ദൈവത്തിൻ്റെ ഇടപെടലാണ് ഈ വേദവാക്യങ്ങളിൽ. 4 കാര്യങ്ങളിൽ ഹ്രസ്വമായി ഞാൻ പറഞ്ഞ് അവസാനിപ്പിച്ചു കൊള്ളാം. ഒന്നാമത്, ദൈവത്തിൻ്റെ ഒരു ചോദ്യത്തിലാണ് ഇവിടെ ആരംഭിക്കുന്നത്. ഈ ചോദ്യം പ്രവാചകന്റെ
ഉള്ളുരുക്കുന്ന ഒരു ചോദ്യമാണ്. ആ ചോദ്യം ഇപ്രകാരമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്: മനുഷ്യപുത്ര, ഈ അസ്ഥികൾ, നിങ്ങൾ ഉണർന്നിരിക്കുകയാണോ? വീണ്ടും ജീവിക്കുമോ? മനുഷ്യപുത്ര, ഈ അസ്ഥികൾ വീണ്ടും ജീവിക്കുമോ? പ്രിയരെ, ഞാനൊരു ഏറ്റുപറച്ചിലാണ് നടത്തുന്നത്. ദീർഘകാലം ഈ വാക്യത്തെ ഞാൻ മനസ്സിലാക്കിയിരുന്നത് പ്രവാചകൻ ദൈവത്തോട് ചോദിക്കുന്ന ഒരു ചോദ്യമായിട്ടാണ്. കാര്യം, ഏത് ജീർണതയിലും നമ്മളാ ദൈവത്തോട് ചോദിക്കുന്നത്: ദൈവമേ, രക്ഷപ്പെടുമോ? ഈ വർഷം ഒരു അനുഗ്രഹം ഉണ്ടാകുമോ? പുതുവർഷത്തിന്റെ ആരംഭത്തിൽ എത്രയെത്ര പദ്ധതികളാണ് ദൈവത്തോട് ആലോചനയായി, ചോദ്യമായി ഞാൻ നിങ്ങളും ഉയർത്തി വെച്ചിരിക്കുന്നത്. ഞാൻ കരുതിയിരുന്നത് പ്രവാചകൻ യെഹെസ്കേൽ ദൈവത്തോട് ചോദിച്ചതായിട്ടാ ഒത്തിരി നാളത്തെ വായനയിൽ ഞാൻ മനസ്സിലാക്കി വെച്ചിരുന്നത്. എന്നാൽ സൂക്ഷ്മമായിട്ടുള്ള ആവർത്തിച്ചുള്ള വായനയിലാണ് നമുക്കേവർക്കും മനസ്സിലാകുന്ന ഒരു സത്യം എനിക്ക് തിരിച്ചറിയുവാൻ സാധിച്ചത്. ഈ ചോദ്യം ദൈവത്തിൻ്റെ ചോദ്യമാണ്. പ്രവാചകനോട് ദൈവമാണ് ചോദിക്കുന്നത്: ഈ അസ്ഥികൾ വീണ്ടും ജീവിക്കുമോ? ഒരു പുത്തൻ സാധ്യതയ്ക്ക് വേണ്ടി ഞാനും നിങ്ങളും ഒരുങ്ങി ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചും വചനം കേട്ടും വർഷാരംഭം ഒരുങ്ങുമ്പോൾ, പ്രിയരെ, ഇന്ന് രാത്രി ചോദ്യം നമ്മളോടാണ്. നിന്റെ സാഹചര്യങ്ങൾക്കൊന്ന് ഭേദം വരുവാൻ, ജീർണതകളിൽ ജീവൻ വെപ്പാൻ, അസ്ഥികൾ സൈന്യവ്യൂഹമായിട്ട് മാറുവാൻ, ഈസ് ദെയർ എനി പോസിബിലിറ്റി? ഈ ചോദ്യം നമ്മളോടാണ്. പലപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്നത് അത്ഭുതം നടക്കണം, ആഗ്രഹിക്കുന്നത് പോലെ മാറ്റമുണ്ടാകണം, ദൈവം ഇടപെട്ട് കാര്യങ്ങളെല്ലാം ക്രമപ്പെടുത്തണം. നിശ്ചയമായും ദൈവം ഇടപെടുന്ന ദൈവമാണ്, ദൈവത്താൽ അത് സാധിക്കും. എന്നാൽ ഈ വേദഭാഗം നമ്മളോട് പറയുന്നത് മാനുഷികമായ പങ്കാളിത്തം ആവശ്യപ്പെടുന്ന, പ്രയത്നം ആവശ്യപ്പെടുന്ന ഒരു ദൈവമാണ്. സാഹചര്യങ്ങൾക്ക് മാറ്റമുണ്ടാകുന്നതിന്, പുതിയ തുടക്കങ്ങൾക്ക്, ജീവന്റെ സാധ്യതകളെ നഷ്ടപ്പെടുത്തുന്ന പരിസരങ്ങളെ പരിവർത്തിപ്പിക്കുന്നതിന്, നമ്മെ ചുറ്റി വളഞ്ഞിരിക്കുന്ന ശീലങ്ങളിൽ നിന്ന് ഒരു വിടുതലുണ്ടാകുന്നതിന് ദൈവം നമ്മുടെ സഹകരണം ആവശ്യപ്പെടുന്നുണ്ട്. എല്ലാ ജീവിതങ്ങളിലും പല രീതിയിലുള്ള പ്രതിബന്ധങ്ങൾക്ക് സാധ്യതയുണ്ട്. ഇന്ററപ്ഷൻസ് ഇൻ ഹ്യൂമൻ ലൈഫ്. പല രീതിയിലുള്ള പ്രതിസന്ധികൾക്ക്, അപ്രതീക്ഷിതമായ തടസ്സങ്ങൾക്ക് സാധ്യതകളുണ്ട്. കണക്ക് കൂട്ടാനാവാത്ത സാഹചര്യങ്ങൾ ഞാനും നിങ്ങളുമൊക്കെ ഫേസ് ചെയ്യുന്നുണ്ടായിരിക്കാം. ചോദ്യം ഇതാണ്: when your future looks bleak, what will be your response? പലപ്പോഴും ഒന്നും നമ്മളെ ആവേശപ്പെടുത്താത്ത ഭാവി ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ, അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നിന്റെ പ്രതികരണമാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ചില ഉദാഹരണങ്ങൾ പറഞ്ഞ് വളരെ വേഗം മുന്നോട്ട് പോകാം. വേദപുസ്തകത്തിൽ തന്നെ സാധ്യതയെ തേടുന്ന ദൈവത്തെ സംബന്ധിച്ച പരാമർശങ്ങൾ മനസ്സിലാക്കുവാൻ സാധിക്കും. തിബരിയാസ് കടൽക്കരയിൽ തടിച്ചുകൂടിയ പുരുഷാരും ദീർഘദിവസങ്ങളുടെ വചന കേൾവി എല്ലാം അവസാനിപ്പിച്ച് പോകാൻ ഒരുങ്ങുന്ന അവസരത്തിൽ കർത്താവ് പറയുന്നു: നിങ്ങൾ ഇവർക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പി. കണക്കുകൂട്ടലുകൾ ആരംഭിക്കുകയാണ്. എങ്ങനെ കൊടുക്കും? എത്ര കാശിന് മതിയാകും? എവിടെ നിന്ന് ലഭിക്കും? നമ്മളെപ്പോലാണ് പെട്ടെന്ന് കൺക്ലൂഷനിൽ എത്തുന്നതായിട്ടുള്ള ശിഷ്യഗണം. കർത്താവ് ചോദിക്കുന്ന ചോദ്യമുണ്ട്: നിന്റെ പക്കൽ എന്തുണ്ട്? വന്നുപെട്ടിരിക്കുന്ന പ്രതിസന്ധിയിൽ പരിഹാരം നൽകുവാൻ നിന്റെ പക്കൽ എന്തുണ്ട്? വാട്ട് ഈസ് അവൈലബിൾ ഇൻ യുവർ ഹാൻഡ്? പ്രിയരെ, വചന കേൾവിക്കായി ചേർന്ന് വന്നിരിക്കുമ്പോൾ, പരിസരങ്ങൾക്ക് മാറ്റമുണ്ടാകണം, ജീർണതയിൽ ജീവൻ വെക്കണമെന്ന് ആഗ്രഹിച്ചും പ്രാർത്ഥിച്ചും ഇരിക്കുമ്പോൾ, ഇന്ന് രാത്രിയിൽ ദൈവം ചോദിക്കുന്നു: നിന്റെ പക്കൽ എന്തുണ്ട്? നിന്റെ ഭവനത്തിൽ, നിന്റെ ജീവിതത്തിൽ, നിന്റെ ബന്ധങ്ങളിൽ പരിവർത്തിപ്പവാനായിട്ട് ആഗ്രഹിക്കുന്ന ദൈവം ചോദിക്കുന്ന ചോദ്യമാണ്. ചിലപ്പോൾ പറയും, ഒന്നുമില്ല, ഇച്ചിരിയേ ഉള്ളൂ, ഭയപ്പെടേണ്ട. കുറച്ചേ ഉള്ളെങ്കിലും അതിനെ എടുത്തുപയോഗിക്കുന്ന ഒരു ദൈവമുണ്ട്. ലിറ്റിൽ ഈസ് മച്ച് ഇൻ ദ ഹാൻഡ്സ് ഓഫ് ഗോഡ്. തമ്പുരാന്റെ കരങ്ങളിലാണെങ്കിൽ ഇച്ചിരിയേ ഉള്ളെങ്കിലും അതിനെ മഹത്വകരിക്കാൻ, വിപുലപ്പെടുത്തുവാൻ, പുഷ്ടിപ്പെടുത്തുവാൻ കഴിയുന്ന ദൈവമുണ്ട്. എത്രയെത്ര ഉദാഹരണങ്ങൾ! 5 അപ്പം കൊണ്ട് 5000 പോഷിപ്പിക്കുമ്പോൾ മാത്രമല്ല, ദാവീദിനെ, ഗോലിയാത്തിനെ നേരിടുന്ന അവസരത്തിൽ ദാവീദിന്റെ കയ്യിലുള്ള അല്പത്തെ ദൈവം വലിയ ആയുധമായിട്ട് എടുത്തുപയോഗിക്കുകയാണ്.
പഴയ നിയമത്തിൽ ഏലിയാവിന്റെ ചരിത്രം പഠിക്കുന്ന അവസരത്തിൽ ഏലിയാവ് ആഹാബിന്റെ വെല്ലുവിളിയുടെ മുമ്പിൽ പകച്ചുപോയി വളരെ വിഷാദനായി ഇനി ജീവിക്കണ്ട എന്ന് ആഗ്രഹിക്കുന്ന സാഹചര്യം. ദൈവം അവനെ കെരീത്ത് തോട്ടിലേക്ക് അയച്ചു. അവിടെ ഭക്ഷിപ്പാൻ കാക്കയിലൂടെ ആഹാരത്തെ നൽകി. ഒരു വേള കെരീത്ത് തോട്ടിലെയും വെള്ളം വറ്റി ദൈവം അടുത്ത സ്റ്റേഷനിലേക്ക് വിടുകയാണ്. ദൈവം പ്രവാചകനോട് പറയുന്നു, നീ സെറാഫാത്തിലേക്ക് പോകണം, നിന്നെ പോഷിപ്പിക്കാനായിട്ട് ഞാനൊരു വിധവയെ അവിടെ ആക്കിയിട്ടുണ്ട്. അവിടെ ചെല്ലുന്ന അവസരത്തിൽ ഈ വനിതയെ കാണുന്നു, അവളോട് ആവശ്യം പറയുന്നു, വെള്ളം വേണം, കുടിപ്പാൻ വെള്ളമെടുക്കാൻ. തിരിഞ്ഞ അവസരത്തിൽ ഒരു കാര്യം കൂടെ, നീ മടങ്ങി വരുമ്പോൾ ഒരു അടയും കൂടി കരുതണം. അവൾ പറയുന്നതായിട്ടുള്ളൊരു മറുപടിയുണ്ട്, യജമാനനെ, കലത്തില് അല്പം മാവ്, ഭരണിയില് ലേശം മാത്രം എണ്ണ. അടുത്ത വാചകമാണ് ശ്രദ്ധേയം. എങ്ങനെയെങ്കിലും അത് പാകപ്പെടുത്തി കഴിച്ച് ഞാനും എൻ്റെ മകനും മരിപ്പാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ദ ലാസ്റ്റ് മീൽ ഓഫ് എ വിഡോ. ഏറ്റവും അവസാനം എല്ലാം അറ്റം വറ്റി, ഇനി ഒന്നുമില്ല എന്ന് കാണുന്ന സാഹചര്യത്തിൽ പ്രവാചകൻ നൽകുന്ന നിർദ്ദേശത്തിന് ചെവി കൊടുത്ത് അനുസരിക്കുന്ന അവസരത്തിൽ വേദപുസ്തകം പറയുന്നു, മഴ പെയ്യും വരെ, ക്ഷാമം അകലും വരെ കലത്തിലെ മാവ് കുറഞ്ഞില്ല, ഭരണിയിലെ എണ്ണ വറ്റിയില്ല എന്ന് വേദഭാഗം നമ്മെ ഓർപ്പിക്കുന്നുണ്ട്. പ്രിയരെ, പ്രതിസന്ധികൾ ജീവിതത്തിന്റെ ഭാഗമാണ്. പ്രതിസന്ധിയിൽ നിന്റെ പ്രതികരണമാണ് സാധ്യതയിലേക്ക് നമ്മെ നയിക്കുന്നത്. നമുക്കറിയാമല്ലോ, വെല്ലൂർ ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് എങ്ങനെയാണ് ആരംഭം? ആ ചരിത്രം വായിക്കുന്ന അവസരത്തിൽ മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. അമേരിക്കൻ മിഷണറി ഡോക്ടേഴ്സ് ആയിരുന്ന ഡോക്ടർ ജോൺ സ്കഡർ, അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി, അവരെക്കുറിച്ച് സോഫിയ സ്കഡർ, അവര് അമേരിക്കയിൽ നിന്ന് പഠനം പൂർത്തിയാക്കി മിഷണറി വേലയുമായുള്ള ബന്ധത്തിൽ തമിഴ്നാട്ടിലെ വെല്ലൂർ, റാണിപ്പട്ട് മേഖലകളിൽ ശുശ്രൂഷ ചെയ്തതായിട്ടുള്ള ഡോക്ടർ കുടുംബം. അവരുടെ മകളുടെ പേരാണ് ഐഡ സ്കഡർ. ഇന്ത്യയിലും അമേരിക്കയിലുമായി പഠിച്ചു. ഇടവേളകളിൽ മാതാപിതാക്കളോടൊപ്പം ഈ മെഡിക്കൽ ശുശ്രൂഷയിൽ കണ്ടും സഹായിച്ചും ഇടപെടുന്നതിന് വേണ്ടി വെല്ലൂർ ആ ഗ്രാമമേഖലകളിലൊക്കെ വന്ന് പാർക്കുമായിരുന്നു. അവളുടെ ജീവിതത്തിൽ അവൾ കണ്ടതായ മനുഷ്യൻ്റെ വളരെ നിർണായകമായ പ്രശ്നങ്ങൾ, ആരോഗ്യ സംവിധാനങ്ങൾ ഒന്നും തന്നെ ഇല്ലാത്ത ദേശത്ത്, പ്രത്യേകിച്ച് പുരുഷ ഡോക്ടർമാർ സ്ത്രീകൾക്ക് വൈദ്യപരിശോധന നൽകുന്നത് ഒരു രീതിയിലും സ്വീകാര്യമല്ലാഞ്ഞ ഒരു സാമൂഹ്യ ക്രമത്തിൽ ഐഡ കാണുകയാണ്. പൂർണ്ണ ഗർഭവതിയായിട്ടുള്ള സ്ത്രീയെയും പേറി വീടിന് മുമ്പിൽ വന്ന് മുട്ടുകയാണ്. മുട്ടിയ അവസരത്തിൽ അവരുടെ ചിന്ത, ഇവിടെയുള്ള ഐഡയാണ് ഡോക്ടർ. അവൾ പറഞ്ഞു, ഞാനല്ല ഡോക്ടർ, എൻ്റെ അപ്പയാണ് ഡോക്ടർ. അതിനുശേഷം 1, 2, 3 ആവർത്തിച്ചു വരികയാണ്. എല്ലാവരെയും ടേക്ക് കെയർ ചെയ്യുവാൻ ഈ ഡോക്ടർ ദമ്പതികളെ കൊണ്ട് സാധിക്കുന്നില്ല. ചിലരോടൊക്കെ വേണ്ട സഹായം നൽകാതെ പറഞ്ഞ് തിരികെ അയക്കുന്നുണ്ട്. അടുത്ത ദിവസം ഇവൾ കാണുന്നത് ശ്മശാനത്തിലേക്ക് ശവശരീരം പേറി പോകുന്നതായിട്ടുള്ള യാത്രകൾ. ഇത് കണ്ടതായിട്ടുള്ള അവസരത്തിൽ ഈ ഐഡ സ്കഡർ തീരുമാനിക്കുന്നു, തൻ്റെ പഠനം പൂർത്തിയാക്കി ഈ ദേശത്ത് വന്ന് ഇവിടെ നരകയാതന അനുഭവിക്കുന്ന ജനങ്ങൾക്ക് വേണ്ടി ഒരു ഉത്തരമായി തീരുവാൻ ഈ ഐഡ സ്കഡർ തീരുമാനിക്കുകയാണ്. പ്രിയരെ, അങ്ങനെയാണ് 1900 ആണ്ടിൽ വെല്ലൂരിൽ തൻ്റെ പ്രവർത്തനം ആരംഭിച്ച് അവിടെ സ്ത്രീകൾക്കും കുഞ്ഞുങ്ങൾക്കും പരിചരണം നൽകുകയല്ല, വൈദ്യശാസ്ത്രത്തിൽ അഭ്യസനം നൽകത്തക്ക രീതിയിൽ ഒരു സ്ഥാപനം ഉയരുവാൻ ഈ ഐഡ സ്കഡർ ഒരു മുഖാന്തരം ആയിത്തീരുകയാണ്. ജീവിതത്തിൻ്റെ പ്രതിസന്ധികളുടെ മധ്യത്തിൽ, നമ്മുടെ സഹായം ആവശ്യപ്പെടുന്ന ജനങ്ങളുടെ മധ്യത്തിൽ ഈ വനിതയ്ക്കുണ്ടായ ഒരു സെൻസ് ഓഫ് പേർപ്പസ് ഉണ്ട്, ഒരു അടിയന്തര ബോധം, ഒരു ലക്ഷ്യബോധം. ഇത് എഴുതിയതായിട്ടുള്ള ഏതാനും വരികളിൽ 2 വാക്കുകളുണ്ട് ഇങ്ങനെ: ഇറ്റ് വാസ് ദ ഡിഫൈനിങ് മൊമെന്റ് ഓഫ് ദാറ്റ് പേഴ്സൺ. പ്രതിസന്ധി ഒരു ഡിഫൈനിങ് മൊമെന്റ് ആകണം. ജീവിതത്തിൽ എൻ്റെ ഭാവിയെക്കുറിച്ച്, എൻ്റെ വേലയെക്കുറിച്ച്, എൻ്റെ ശുശ്രൂഷയെക്കുറിച്ച് എന്നെ നിർവചിക്കുന്ന, എനിക്ക് പുതിയൊരു ഐഡന്റിറ്റി തരുന്ന ഒരു സംഗതിയായി പ്രതിസന്ധികൾ മാറുമ്പോഴാണ്
ഒരു പുത്തൻ തുടക്കം സാധ്യമാകുന്നത്. പ്രിയരെ, വന്ന് പ്രാർത്ഥിച്ച് അവസാനിപ്പിച്ച് ചോദ്യം ചോദിച്ച് പോകാനല്ല കൺവെൻഷൻ. ദൈവാത്മാവ് ഇന്ന് നമ്മെ ഓർപ്പിക്കുന്നു, നീ ഒരു ഉത്തരമാകണം. നിന്റെ കുടുംബത്തിലെ പ്രതിസന്ധികളുടെ മധ്യത്തിൽ നീ ഒരു ഉത്തരമാകണം. ഞാനും നിങ്ങളും വേല ചെയ്യുന്ന ശുശ്രൂഷ സ്ഥാനങ്ങളുടെ പ്രതിസന്ധികളിൽ നമ്മൾ ഒരു ഉത്തരമായിട്ട് മാറണം. അപ്പോഴാണ് ഡിഫീറ്റ്സ് വിൽ ബിക്കം ഡിഫൈനിങ് പോയിന്റ്സ് ഇൻ ലൈഫ്. ജീവിതത്തിൻ്റെ പരാജയങ്ങൾ പുതിയ തുടക്കത്തിന്, പുതിയ ഒരു അസ്തിത്വത്തിന് കാരണമായിട്ട് തീരുന്നത് അപ്പോഴാണ്. ഞാൻ പരിചയപ്പെട്ട ഒരു ജിലുമോൾ മാരിയറ്റ്, തൊടുപുഴ സ്വദേശിനിയാണ്, നിങ്ങൾക്ക് പലർക്കും അറിയാം. യൂട്യൂബിലൂടെയൊക്കെ മോട്ടിവേഷൻ ക്ലാസ് എടുക്കുന്നതായിട്ടുള്ള ഒരു പെൺകുട്ടി. കോവിഡ് കാലയളവിൽ ഞാൻ ശുശ്രൂഷ ചെയ്ത ഒരിടവകയിൽ യുവജന സഖ്യക്കാർക്ക് ക്ലാസ് എടുക്കുവാൻ വേണ്ടി ഈ പെൺകുട്ടിയെ ക്ഷണിച്ചിട്ടുണ്ട്. ജന്മനാ തന്നെ ഇരു കൈകളുമില്ലാതെയാണ് അവൾ ഈ ലോകത്തിലേക്ക് വന്നത്. താലിഡോമൈഡ് സിൻഡ്രം എന്നറിയപ്പെടുന്ന ഒരു പ്രത്യേക അവസ്ഥ. കണ്ടുനിന്ന എല്ലാവർക്കും സങ്കടം. എല്ലാവരും ചോദിച്ചു, ഇനി എങ്ങനെ, എപ്രകാരം എന്നുള്ള ചോദ്യം. 4.5 വയസ്സായപ്പോൾ അവളുടെ അമ്മയും ഈ ലോകത്തുനിന്ന് മാറ്റപ്പെട്ടു. ജീവിതം തികച്ചും അന്ധകാരപൂർണം. എങ്ങനെയാണ് ജീവിതത്തെ നേരിടുവാനായിട്ട് സാധിക്കുന്നത്? കൈകളില്ല, കാലുകൾ കൊണ്ടാണ് എല്ലാം ചെയ്തത്. ഒട്ടേറെ വെല്ലുവിളികൾ അതിജീവിച്ച് അവൾ അവളുടെ ജീവിതത്തെ മുന്നോട്ട് നയിച്ചു. ഇപ്പോൾ എറണാകുളത്തൊരു ഗ്രാഫിക് ഡിസൈനറായിട്ട് ഇരു കൈകളുമില്ലാത്ത ജിലുമോൾ മാരിയറ്റ് ശുശ്രൂഷ ചെയ്യുന്നുണ്ട്. അവൾക്ക് ആഗ്രഹമായിരുന്നു വണ്ടി ഓടിക്കണം, 4 വീലുള്ള 4 വീലർ ഓടിക്കണം. കേരളത്തിൻ്റെ ചട്ടമനുസരിച്ച്, ഇന്ത്യയുടെ ചട്ടമനുസരിച്ച് ഇങ്ങനെയുള്ള പ്രതിസന്ധികളുടെ മധ്യത്തിൽ ഡ്രൈവിംഗ് ലൈസൻസ് കൊടുക്കുവാൻ സാധിക്കത്തില്ല. അവൾക്ക് ജീവിതത്തിൽ ഇത് വലിയൊരു വെല്ലുവിളിയായിരുന്നു, വലിയൊരു ആഗ്രഹമായിരുന്നു. അടുത്ത സമയത്ത് ഒരു ലിങ്ക് ഈ ജിലുമോൾ മാരിയറ്റ് കുറെ നാളുകൾക്ക് മുൻപ് അയച്ചു തന്നു. കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന്റെ കയ്യിൽ നിന്ന് അവൾ ലൈസൻസ് ഏറ്റുവാങ്ങുന്ന ചിത്രമാണ്. ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ ഗതാഗത ചട്ടങ്ങളൊക്കെ ചില ഇളവ് വരുത്തി, ഓടിക്കേണ്ട വാഹനത്തിന് പ്രത്യേകമായ ചില ക്രമീകരണങ്ങൾ വരുത്തി, ജീവിതത്തെ വെല്ലുവിളിയെ സാധ്യതയായി മാറ്റിയെടുത്ത ഒരു ജിലുമോൾ മാരിയറ്റ്. അവളെക്കുറിച്ച് എഴുതിയിരുന്ന ഒരു വാചകം ഇപ്രകാരമുണ്ട്: An extraordinary girl who turned her fate with feet. ജീവിതത്തിൽ വിധിയെന്നെഴുതി ചിലതൊക്കെ തള്ളിക്കളയുവാൻ സാധ്യതയുള്ളപ്പോൾ അവളുടെ ഫെയ്റ്റിനെ ഫീറ്റ് കൊണ്ട്, പാദങ്ങൾ കൊണ്ട്, കാലുകൊണ്ട് തുഴഞ്ഞതായിട്ടുള്ള വനിത. ഞാൻ വിളിച്ച ആ ക്ലാസ്സിൽ യുവജനങ്ങൾ ചില ചോദ്യങ്ങളൊക്കെ ചോദിച്ചു. ഒരു ചോദ്യം ഇങ്ങനെയായിരുന്നു: കൈകളില്ല എന്നുള്ളതിൽ നിനക്ക് സങ്കടമുണ്ടോ? ചോദിച്ച അവസരത്തിൽ ജിലുമോൾ പറഞ്ഞു, കൈകളില്ല എന്നുള്ളതിൽ സങ്കടമുണ്ടോ എന്നുള്ള ചോദ്യത്തിന് എൻ്റെ മറുപടി, ചെറുപ്പത്തിൽ എനിക്ക് പലപ്പോഴും കരയണമെന്ന് തോന്നിയിട്ടുണ്ട്. പക്ഷേ കരഞ്ഞാൽ, കണ്ണുനീർ വന്നാൽ തുടയ്ക്കാൻ കരങ്ങളില്ലല്ലോ, അതുകൊണ്ട് പിന്നീട് ഞാൻ കരഞ്ഞിട്ടില്ല. ജീവിതത്തിൻ്റെ പ്രതിസന്ധികൾ ഒരിക്കലും ഒരന്തമല്ല പ്രിയരെ. ദൈവം നമ്മോടാ ചോദിക്കുന്നത്, നിനക്കൊരു ഉത്തരമാകുവാൻ സാധിക്കുമോ? ദൈവത്തിന് പ്രതീക്ഷയുണ്ട്, ദൈവത്തിന് പദ്ധതികളുണ്ട്. പരാജയപ്പെട്ടു, ജീർണതയുടെ പൂർണ്ണത എന്ന് കാണുന്ന ഇടങ്ങളിൽ പോലും സാധ്യതകൾ ഒരുക്കുവാൻ ദൈവം ഇന്ന് ആഗ്രഹിക്കുന്നത് എൻ്റെയും നിങ്ങളുടെയും ഉള്ളിൻ്റെ ഒരു ഒരുക്കമാണ്. ഉള്ളൊരുക്കുന്ന ചോദ്യമാണ് പ്രവാചകനോട് ദൈവം ചോദിക്കുന്നത്. ഇന്ന് നിങ്ങൾ വാർത്ത ശ്രവിച്ചെങ്കിൽ മനസ്സിലാക്കുവാൻ സാധിക്കും. സംസ്ഥാന സ്കൂൾ കലോത്സവം ഇന്ന് രാവിലെ തിരുവനന്തപുരത്ത് ആരംഭിച്ചു. വയനാട് വെള്ളാർമല സ്കൂളിൽ നിന്നും ചില വിദ്യാർത്ഥികൾ അവിടെ വന്നിരുന്നു. വലിയൊരു ഉത്സവ ലഹരിയിലാണിപ്പോൾ തലസ്ഥാനം. കേരളത്തിൻ്റെ എല്ലാ മേഖലകളിൽ നിന്നും വിദ്യാർത്ഥികൾ അവിടെ വന്ന് വലിയൊരു ഉത്സവ ലഹരിയിലാണ്. വെള്ളാർമല സ്കൂൾ നമുക്ക് വളരെ പരിചിതമാണ്. ചൂരൽമല, മുണ്ടക്കൈ മേഖലയിൽ ഉരുൾപൊട്ടൽ എല്ലാം തകർത്ത അവസരത്തിൽ ശ്മശാന ഭൂമി പോലെയുള്ള ആ മേഖലയിൽ അസ്ഥിപഞ്ജരം പോലെ
ഒഴുക്കിനെ അതിജീവിച്ച് നിന്നതായിട്ടുള്ള വെള്ളാർമല സ്കൂൾ. 7 വിദ്യാർത്ഥികളാണ് അവിടെ നിന്നും വന്നത്. വീണയുണ്ട്, സാധികയുണ്ട്, ശിവപ്രിയയുണ്ട്, അശ്വിനിയും അഞ്ചലുമുണ്ട്, ഋഷികയുണ്ട്, വൈകയുണ്ട്. ഈ 7 പെൺകുട്ടികൾ ഉദ്ഘാടന വേദിയിൽ അവരുടെ ഒരു സംഘനൃത്തം, അതിനുവേണ്ടിയാണ് അവരെ വരുത്തിയത്. അവർ പാടി ചുവട് വെച്ചതായിട്ടുള്ള ഗാനത്തിൻ്റെ വരികൾ ആദ്യം ഇങ്ങനെയാണ്: ചാരത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് ചിറകിൻ കരുത്തിൽ വാനിലുയരും ഞങ്ങൾ. ചാരത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് ചിറകിൻ കരുത്തിൽ ഞങ്ങൾ ഉയരും വാനിൽ. വെറുതെ പാടിയതല്ലിവർ. ജീവിതത്തിൻ്റെ പ്രതിസന്ധികളെ അതിജീവിച്ച സ്കൂൾ വിദ്യാർത്ഥികളുടെ സാക്ഷ്യമാണ് ഈ പാട്ടിൻ്റെ വരികളിലൂടെയുള്ളത്. അവരൊരു വാചകം കൂടി പറഞ്ഞായിരുന്നു: ഞങ്ങൾ വന്നത് മത്സരിക്കാനോ സമ്മാനം നേടാനോ അല്ല. ദുരന്തമുഖത്ത് അതിജീവിക്കുന്ന ജനതയുടെ കരുത്ത് ഇന്നീ വേദിയിൽ ഞങ്ങൾ അവതരിപ്പിക്കുമ്പോൾ അതൊരു തലമുറയ്ക്ക് ഊർജമാകുമെന്നുള്ള വിശ്വാസത്തിലാണ് ഇന്ന് ഈ കലോത്സവ വേദിയിൽ ഞങ്ങൾ വന്നിരിക്കുന്നത്. ഈ 7 പേരിൽ 2 പേർ ദുരന്തത്തിനിരയായവരാണ്. ഋഷികയുടെ വീട് പൂർണ്ണമായി തകർന്നതാണ്. അഞ്ചലിൻ്റെ വീട് ഭാഗികമായി നഷ്ടപ്പെട്ടതാണ്. സ്കൂൾ യൂണിഫോം ഇട്ട് തോളിൽ സ്കൂൾ ബാഗുമായി കയറി വേദിയിൽ നൃത്തം ചെയ്തു. ഉരുൾപൊട്ടലിൻ്റെ നടുക്കവും മലവെള്ളപ്പാച്ചിലിൻ്റെ ഭീകരതയും അവരുടെ നൃത്തത്തിലുണ്ടായിരുന്നു. അവസാനം അവർ പറഞ്ഞു നിർത്തുന്ന സന്ദേശം: വെള്ളാർമല സ്കൂൾ തിരികെ വരും, ഞങ്ങൾ ഉയർത്തെഴുന്നേൽക്കും. മാറ്റത്തിന് വേണ്ടി ആഗ്രഹിച്ച് ദൈവവചനത്തിന്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ ചോദ്യം നമ്മളോടാണ്: മനുഷ്യപുത്ര, ഈ അസ്ഥികൾ വീണ്ടും ജീവിക്കുമോ? സാധ്യതയിലാണ് പ്രിയരെ ദൈവം നമ്മെ ആക്കിയിരിക്കുന്നത്. പ്രതിസന്ധികൾ എല്ലാ കാലത്തും മാറ്റി നിർത്തുവാൻ നമുക്ക് സാധിക്കുകയില്ല. ദൈവം പ്രതീക്ഷയുടെ ദൈവമാണ്, പരാജയത്തിൽ നിന്ന് ഉയർപ്പിക്കുന്ന ദൈവമാണ്. പ്രവാചകന് കൃത്യമായിട്ട് മറുപടിയില്ല, ഉത്തരമില്ലാത്ത കാലം. പ്രവാചകന്റെ മറുപടി: ദൈവമേ, ഇല്ല എന്നല്ല പ്രവാചകൻ പറയുന്നത്, യഹോവയായ കർത്താവേ, നീ അറിയുന്നു. ദൈവത്തോട് ചേർന്ന് ഉത്തരമുണ്ടെന്ന് ലോകത്തോട് പറയുവാനാണ് ദൈവം നമ്മെ ആക്കിയിരിക്കുന്നത്. നമ്മുടെ പരാജയങ്ങളിൽ, വീഴ്ചകളിൽ ദൈവത്തോട് ചേർന്ന് ലോകത്തിൻ്റെ പ്രശ്നങ്ങളിൽ ഉത്തരമാകുമ്പോൾ സഭയെക്കുറിച്ചുള്ള ദൗത്യം അനുഗ്രഹകരമാകുമെന്നുള്ളതിന് സംശയമില്ല. ഒന്ന്, ഉള്ളൊരുക്കുന്ന ചോദ്യം. ഈ ചോദ്യം ഏറ്റെടുക്കണം. ചോദ്യം ചോദിച്ചിട്ട് പ്രാർത്ഥിച്ച് പന്തലിൽ നിന്നാരും പോയി കളയരുത്. ഇന്ന് ചുറ്റുപാടും ഇരുൾ കനക്കുമ്പോൾ ദൈവം ചോദിക്കുന്നു, ഈസ് ദെയർ എ ന്യൂ പോസിബിലിറ്റി? പന്തലിൽ പ്രാർത്ഥിച്ച് സമർപ്പിക്കണം: ദൈവമേ, നിന്നോട് ചേർന്ന് there is possibility. യഹോവയായ കർത്താവേ, നീ അറിയുന്നു. ആ ദൈവത്തോട് ചേർന്ന് നമ്മെ തന്നെ സമർപ്പിപ്പാൻ സാധിക്കണം. 2, ഒരുക്കുന്ന ഒരു കാഴ്ചയുണ്ട്. God is preparing the prophet. ഇവിടെ ദർശനം ആരംഭിക്കുന്നത് നിർജീവമായ അസ്ഥിയിലാണ്. എന്നാൽ ഇത് ചെന്ന് നിൽക്കുന്നത് നിവർന്നു നിൽക്കുന്ന സൈന്യത്തിലാണ്. He could see beyond what is obvious. കൺമുമ്പിൽ കാണുവാൻ സാധിക്കുന്നതിനപ്പുറം കാണുവാനുള്ള ഉൾക്കാഴ്ച ഈ പ്രവാചകനുണ്ടായിരുന്നു. പുത്തൻ സാധ്യതയ്ക്ക് വേണ്ടി നാം പ്രതീക്ഷിക്കുന്നുണ്ടോ? പുത്തൻ സാധ്യതയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചിങ്ങനെ സമർപ്പിച്ചിങ്ങനെ ഇരിക്കുകയാണ്. പ്രിയരെ, നമ്മുടെ കാഴ്ചകൾ വിശാലമാകണം. നമ്മുടെ കാഴ്ചകൾ വിശാലമാകണം. കാൽ കീഴിൽ മാത്രം കാണുന്നതല്ല കാഴ്ച. കാഴ്ചയുടെ ചക്രവാളം വികസിപ്പാനായിട്ട് ഇടയായി തീരണം. ഇന്ന് ഇരുട്ടിൻ്റെ ലോകമാണ്. ഇപ്രകാരം അസ്ഥിയിൽ നിന്ന് സൈന്യത്തെ കാണത്തക്ക രീതിയിൽ പ്രവാചകന്റെ കാഴ്ച വിശാലമായെങ്കിൽ അതിന് പിന്നിൽ ഈ പരിവർത്തനം സാധ്യമാക്കുവാൻ കഴിവുള്ള ഒരു ശക്തിയിലുള്ള വിശ്വാസമാണ് ഈ പ്രവാചകനെ അപ്രകാരം കാണുവാനായിട്ട് പര്യാപ്തമാക്കി തീർക്കുന്നത്. പ്രിയരെ, എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ പ്രതിസന്ധികൾ നമ്മുടെ കണ്ണിനെ വല്ലാതെ മൂടുമ്പോൾ നമ്മുടെ കാഴ്ചയെ വിശാലമാകത്തക്ക രീതിയിൽ വിശ്വാസത്തിൻ്റെ തലത്തിൽ
സാഹചര്യങ്ങളെ നോക്കിക്കാണുവാനായിട്ട് ഇടയാകണം. ഒരു ഉദാഹരണം മാത്രം പറഞ്ഞ് ഞാൻ മുന്നോട്ട് പോകാം. 2 രാജാക്കന്മാരുടെ പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 8 മുതലുള്ള വാക്യങ്ങളിൽ ആരാം രാജാവിന് ഇസ്രായേലിനോടൊരു യുദ്ധമുണ്ടായി. അതിനെക്കുറിച്ച് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇസ്രായേലിൻ്റെ പ്രവാചകനായ എലീശായെ പിടിക്കുവാൻ വേണ്ടി ആരാം രാജാവ് സൈന്യത്തെ അയക്കുകയാണ്. ബാല്യക്കാരൻ പുറത്തു നോക്കിയ അവസരത്തിൽ ശക്തിയുള്ള സൈന്യത്തെ കുതിരകളും രഥങ്ങളുമായി ബാല്യക്കാരൻ കാണുന്നു. ബാല്യക്കാരൻ പ്രവാചകന്റെ അടുത്ത് പറയുന്നു, ഗുരു, വലിയ സൈന്യം നമ്മെ വളഞ്ഞിരിക്കുകയാണ്. ഈ എലീശ പറഞ്ഞ മറുപടി ശ്രദ്ധേയമാണ്. നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം കേട്ടോ. ഈ പ്രവാചക ശിഷ്യനെ ഉന്മൂലനം ചെയ്യത്തക്ക രീതിയിൽ കുതിരകളും രഥങ്ങളും ശക്തമായി നിൽക്കുന്ന സാഹചര്യത്തിൽ ഈ പ്രവാചകൻ പറയുകയാണ്, അല്ലയോ ശിഷ്യ, നമ്മോട് കൂടെയുള്ളവർ അവരോട് കൂടെയുള്ളവരെക്കാൾ അധികം. എന്നിട്ട് ഈ പ്രവാചകൻ പ്രാർത്ഥിക്കാൻ കയറുക കേട്ടോ. ഇവൻ പ്രാർത്ഥിക്കുമ്പം പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥനയുണ്ട്. പ്രാർത്ഥിച്ചത് പ്രകാരമാണ്, യഹോവേ, ഇവന്റെ കണ്ണ് തുറക്കണമേ. കുതിരകളെയും രഥങ്ങളെയും അയക്കുവാനല്ല ഈ പ്രവാചകൻ പ്രാർത്ഥിക്കുന്നത്. ഈ ബാല്യക്കാരന്റെ കണ്ണ് തുറക്കണമേ. എന്ത് സംഭവിച്ചു? കണ്ണ് തുറന്ന അവസരത്തിൽ ഈ ബാല്യക്കാരൻ കാണുന്നു, എലീശയുടെ ചുറ്റും അഗ്നിമയമായ കുതിരകളും രഥം കൊണ്ട് മല നിറഞ്ഞിരിക്കുന്നത് കണ്ടു. എലീശ പ്രാർത്ഥിച്ചത് രഥങ്ങളെയും കുതിരകളെയും അയക്കണമേ എന്നല്ല, ഈ ഭയചകിതനായിരിക്കുന്ന ഈ പ്രവാചക ശിഷ്യന്റെ കണ്ണ് തുറക്കണമേ. എവിടെ മാറ്റം ആരംഭിക്കേണ്ടത്? ഈ പ്രാർത്ഥിച്ച് നമ്മുടെ കണ്ണിങ്ങനെ അടഞ്ഞു പോകുക. കണ്ണ് തുറക്കണം പ്രിയരെ. കണ്ണ് തുറക്കുന്നിടത്താണ്, പുതിയ കാഴ്ചയിലാണ് മാറ്റവും റിട്ടേൺ ജേണിയും സാധ്യമാകുന്നത്. നമ്മുടെ കാഴ്ചകളെ വിശാലമാക്കണം. ഇന്ന് പലപ്പോഴും ഞാനും നിങ്ങളും പ്രശ്നങ്ങളെയാ കൂടുതൽ കാണുന്നത്. പ്രശ്നങ്ങളെക്കാൾ കൂടുതൽ പ്രശ്ന പരിഹാരത്തെ കാണുവാൻ സാധിക്കണം. പണ്ട് ഹനുമാനെ കുറിച്ചൊരു പുരാണ കഥ. മൃതസഞ്ജീവിനി മരുന്ന് തേടി മരുത്വാമലയിൽ എത്തുന്നതായിട്ടുള്ള ഹനുമാൻ ലക്ഷ്മണനെ ഉണർത്താനുള്ള മരുന്ന് തേടിയാണ് അവിടെ എത്തിയത്. അവിടെ ചെന്നപ്പോഴാണ് ഒരു പ്രശ്നം. ധാരാളം ചെടികൾക്കിടയിൽ എവിടെയാണ് മൃതസഞ്ജീവിനി? എന്ത് ചെയ്യും? ഈ ഹനുമാൻ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, മല മുഴുവൻ പിഴുതെടുത്ത് താൻ കയ്യിൽ വഹിച്ച് ഇങ്ങ് കൊണ്ടുവരികയാണ്. എങ്ങനെയാണിത് സാധ്യമാകുന്നത്? ഇപ്രകാരം പറയുന്നുണ്ട്, സാഹചര്യം അനുസരിച്ച് തൻ്റെ ആകാരത്തെ വ്യത്യാസപ്പെടുത്തുവാൻ ഈ ഹനുമാന് സാധിച്ചു. മരുത്വാമല പിഴുതെടുക്കുവാൻ പറന്ന അവസരത്തിൽ തൻ്റെ ആകാരത്തെ അവൻ ചെറുതാക്കി. എന്നാൽ ഈ മല കയ്യിലെടുക്കുവാൻ അവൻ മലയേക്കാൾ വലുതായി. ക്രിസ്തുവിനോട് ചേർന്ന് പ്രശ്നത്തെ നേരിടുവാനായിട്ട് സാധിക്കണം. ഇന്ന് നമ്മൾ പ്രശ്നത്തെ വലുതാക്കുന്നവരാണ്. കൊച്ചു പ്രശ്നം മതി, ചെറിയൊരു പോറൽ മതി. ഈ പ്രശ്നത്തെ വലുതാക്കുമ്പോൾ നമ്മോട് കൂടെയുള്ള ദൈവത്തെ മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾ ചെറുതാക്കുകയാണ്. പ്രിയരെ, കാഴ്ചകൾ വിശാലമാകണം. കൺമുൻപിൽ തെളിയുന്നതിനപ്പുറത്ത് വിശ്വാസത്തിന്റെ കാഴ്ചകൾ സാധ്യമാകുന്ന ഒരു സമൂഹത്തിലാണ് മാറ്റം, മടക്കയാത്ര സാധ്യമായി തീരുന്നത്. സമയക്കുറവുകൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല. 3, ഉയിരേകുന്ന വചനം. വചനത്താലുള്ള ഒരു പുതുക്കമാണ് ഈ അസ്ഥിത്താഴ്വരയിൽ സാധിക്കുന്നത്. 4-ാം വാക്യത്തിൽ പറയുന്നു, ഉണങ്ങിയ അസ്ഥികളെ യഹോവയുടെ വചനം കേൾപ്പീൻ. 5-ാം വാക്യത്തിൽ പറയുന്നു, നിങ്ങൾ ജീവിക്കേണ്ടതിന് ഞാൻ നിങ്ങളിൽ ശ്വാസം വരുത്തും. റിട്ടേൺ ടു ദ വേർഡ് ഓഫ് ഗോഡ് ആൻഡ് റിന്യൂ ബൈ ദ സ്പിരിറ്റ് ഓഫ് ഗോഡ്. ജീവൻ വെക്കുവാൻ ആവശ്യമായ 2 കാര്യങ്ങൾ. ഇന്ന് പല കാരണങ്ങളാൽ ദൈവവചനത്തെ ദുർബലമാക്കുന്ന ഒരു സാമൂഹ്യ ക്രമത്തിലാണ് ഞാൻ നിങ്ങളും ജീവിക്കുന്നത്. ഈ ജനതയുടെ ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് കാരണം അവർ ദൈവനിഷേധവും ദൈവവചനത്തെ അവഗണിച്ചതുമാണ്. ചരിത്രം പറയുവാൻ ഒത്തിരിയുണ്ട്, ഞാൻ അതിലേക്ക് പ്രവേശിപ്പാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ഇപ്പോൾ ദൈവം അവരോട് ആവശ്യപ്പെടുന്നത്, പ്രവാചകനോട് ആവശ്യപ്പെടുന്നത്, താഴ്വരയുടെ നടുവിൽ നിൽക്കുവാനും മരണത്തിൻ്റെ താഴ്വരയെ അഭിമുഖീകരിക്കുവാനുമാണ്.
നിന്റെ ജീർണതയിൽ ജീവൻ വെക്കണമെങ്കിൽ വചനത്തിൻ്റെ ഇടപെടൽ ആവശ്യമാണ്. വളരെ ലളിതമായി പറഞ്ഞാൽ വചനത്തിലേക്കൊരു മടങ്ങിവരവ് പ്രിയരെ ആവശ്യമാണ്. അഭിവന്യ തിരുമേനി പ്രസംഗം നടത്തിയ അവസരത്തിൽ ആ മുഖവാക്കുകളിൽ ആശംസ അറിയിച്ചപ്പോൾ ദൈവവചനത്തെ ഗൗരവമായി എടുക്കേണ്ടതിൻ്റെ ആവശ്യകതയും അപ്രകാരം ഗൗരവമായി എടുത്തവരെ കുറിച്ചുള്ള സാക്ഷ്യവും ഇവിടെ പറയുകയുണ്ടായല്ലോ. ഇന്നെങ്ങനെയുണ്ട് നമ്മുടെ വചനപാരായണങ്ങൾ? ഏറ്റവും ദുർബലമായി കൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണത്. ക്രിസ്മസ് സമയത്ത് ഞാൻ കോഴഞ്ചേരിയിലുള്ള ഒരു ചാപ്പലിൽ ഒരു ക്രിസ്മസ് സന്ദേശവുമായിട്ടുള്ള ബന്ധത്തിൽ പോവുകയുണ്ടായി. അവിടെ നോട്ടീസിൽ അടിച്ചിരുന്നതായിട്ടുള്ള തലക്കെട്ട് കോഴഞ്ചേരിയിലുള്ള പള്ളിയുടെ പേരോ അവിടെയുള്ള ചാപ്പലിൻ്റെ പേരോ അല്ല. അവരെഴുതിയിരുന്നത് വേദവായന പ്രാർത്ഥനാ സംഘം, അങ്ങനെയാണ് എഴുതിയിരുന്നത്. എൻ്റെ കൗതുകം കൊണ്ട് എന്നെ പഠിപ്പിച്ച ഒരു അധ്യാപകൻ ടൈറ്റസ് സാറിനോട് ഞാൻ ചോദിച്ചു, സാറേ എന്താണ് ഈ വേദവായന പ്രാർത്ഥനാ സംഘം? അദ്ദേഹം പറഞ്ഞു, അച്ചോ, ഏകദേശം 100-125 വർഷങ്ങൾക്കപ്പുറം വേദപുസ്തകം അത്ര സുലഭമല്ലാതിരുന്ന നാളുകളിൽ വീട്ടിൽ വേദപുസ്തകം കരുതി വായിച്ച് മനസ്സിലാക്കുവാൻ വകയില്ലാതിരുന്ന, സാധ്യമല്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ ഇവിടെയുള്ള എല്ലാവരും ഞായറാഴ്ച രാവിലെ വേദപുസ്തകം വായിച്ച് കേൾക്കുവാൻ ഒരുമിച്ച് കൂടി വന്നിരുന്നു. അന്ന് കൊടുത്ത പേരാണ് വേദവായന പ്രാർത്ഥനാ സംഘം. ഇപ്പോൾ പേര് നഷ്ടപ്പെടുത്തിയിട്ടില്ല. വചനം ഇന്ന് നമുക്ക് സുലഭമാണ്. എല്ലാ മേഖലകളിലും എല്ലാ മാധ്യമങ്ങളിലും വചനം നമുക്ക് കരഗതമാണ്. പണ്ടെത്രയോ വാക്യങ്ങൾ കാണാതറിയാമായിരുന്നു. സെമിനാരിയിൽ പഠിച്ച നാളുകളിലൊക്കെ സ്വിച്ചിട്ടതുപോലെ വേദവാക്യം ഓർത്തെടുക്കുവാനായിട്ട് സാധിക്കുമായിരുന്നു. ചില ആളുകളെയൊക്കെ ഓർക്കാറുണ്ട്, ഒരു വാക്യം മറന്നാൽ ഉടനെ ആ ആളിനെ വിളിച്ചിട്ട് ഇന്ന വാക്യം, റെഫറൻസ് എവിടെ, ഏതാണ് വാക്യം? ജീവിതത്തിൻ്റെ ഭാഗമായിരുന്നു പ്രിയരെ. ഈ അത്യാധുനിക സംവിധാനങ്ങളൊക്കെ വിപുലപ്പെട്ട അവസരത്തിൽ ഉള്ളിൽ കരുതുവാൻ, ഓർമ്മയും ഉള്ള കാലത്ത് ഓർത്തെടുക്കുവാൻ ഒരു വാക്യം ഇന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നായിരിക്കും പലരുടെയും മറുപടി. മാർത്തോമാ സഭ ദൈവവചനത്തെ നെഞ്ചോട് ചേർത്ത് പിടിച്ച സഭയാണ്. ഒരിക്കലൊരു കാൻറ്റർബറി ആർച്ച് ബിഷപ്പ് യൂഹാനാൻ മാർത്തോമാ തിരുമേനിയോട് ചോദിച്ചതായിട്ടാണ് വായിച്ച് മനസ്സിലാക്കുന്നത്. വാട്ട് ഈസ് ദ യുണീക്നെസ് ഓഫ് യുവർ ചർച്ച്, മാർത്തോമാ ചർച്ച്? തിരുമേനി പറഞ്ഞ മറുപടി, എൻ്റെ സഭ സുവിശേഷ വിഹിത സഭയാണ്. ആദ്യകാലങ്ങളിൽ കൺവെൻഷനുകളിൽ വേദപഠനങ്ങളായിരുന്നു, മാരാമൺ കൺവെൻഷൻ ഉൾപ്പെടെ. പ്രിയരെ, നമ്മളൊക്കെ ഒത്തിരി വ്യതിചലിച്ചിട്ടുണ്ട്. എല്ലാ വർഷവും വാർഷികമായി നടത്തുന്ന ഒരു ആഘോഷമായി, ആചാരമായി ഇന്ന് വചന മാമാങ്കങ്ങൾ മാറ്റപ്പെടുകയാണ്. ഇതിനു വേണ്ടിയുള്ള അധ്വാനവും പണവും എല്ലാം കൂടി ഒന്ന് നോക്കിയാൽ ഇതിനാനുപാതികമായിട്ടുള്ള ഒരു മാനസാന്തരം ഈ പ്രസംഗിക്കുന്നവനിലോ കേൾക്കുന്നവനിലോ ഉണ്ടോ എന്നുള്ളത് വിലയിരുത്തി ചിന്തിക്കേണ്ടതായിട്ടുള്ള സംഗതിയാണ്. 4-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന സെന്റ് ജോൺ ക്രിസോസ്റ്റം എന്ന് പറയുന്ന സഭാപിതാവ്, അദ്ദേഹം പറഞ്ഞൊരു വാചകമുണ്ട്, അത് ഉദ്ധരിച്ച് ഞാൻ ഈ ചിന്തയിൽ നിന്ന് മാറാം. Holy scriptures were not given to us that we should enclose them in books, but that we should engrave them upon our hearts. തിരുവചനം നൽകിയിരിക്കുന്നത് പുസ്തകങ്ങളിൽ അടച്ചു വെക്കാനല്ല, പ്രത്യുത നമ്മുടെ ഹൃദയങ്ങളിന്മേൽ പതിപ്പിക്കാനാണ്. അപ്പോഴാണ് വചനത്തിൻ്റെ ചലനാത്മകത അനുഭവിപ്പാനായിട്ട് സാധിക്കുന്നത്. ഇന്ന് ജനങ്ങൾക്കും താല്പര്യമില്ല പ്രസംഗം കുറയ്ക്കണം. എല്ലാ ഇടവകളിലും എല്ലാ ജനങ്ങളും ആവശ്യപ്പെടുന്നതാണ്, അച്ഛാ ഇച്ചിരി മതി, ഒത്തിരി വേണ്ട, പ്രസംഗം വേണ്ട. 10 മിനിറ്റ് കൊണ്ട് പ്രസംഗം നിർത്തിയാൽ ജനങ്ങൾ പറയും, ഞങ്ങളുടെ അച്ഛൻ ഇപ്പോൾ സൂപ്പറാ. ഇപ്പോൾ സൂപ്പറാ. കാര്യം ഇച്ചിരിയേ ഉള്ളു. എല്ലാം നാം ചെറുതാക്കി വി ആർ ഡൈല്യൂട്ടിംഗ് ദ വേർഡ് ഓഫ് ഗോഡ്. പ്രിയരെ, വചനത്തിലേക്ക് മടങ്ങുമ്പോഴാണ് ജീവൻ സാധ്യമായി തീരുന്നത്. എൻ്റെ വചനം നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ വചനം നിങ്ങളെ ജീവിപ്പിക്കും. വചനത്തിൻ്റെ തിരിച്ചറിവില്ലാത്തിടത്താണ് ഇന്ന് അപജയങ്ങൾ സംഭവിക്കുന്നത്. യേശു കർത്താവിന് വചനത്തിൻ്റെ ആധികാരികതയാണ് അനുദിന ജീവിതത്തിലെ പരീക്ഷകളെ അഭിമുഖീകരിപ്പാനായിട്ട് കർത്താവിനെ ശക്തീകരിച്ചത്. കല്ലപ്പമാക്കാനും ദേവാലയഗ്രഹത്തിൽ നിന്ന് ചാടാനും ദൈവമല്ലാത്തവനെ ദൈവമായി നമസ്കരിക്കുവാനും സാത്താൻ പ്രലോഭിപ്പിക്കുമ്പോൾ
ഓരോ പരീക്ഷയും നേരിടുന്നത് ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. പ്രതിസന്ധികളിൽ നിന്നെ നയിപ്പാൻ ഒരു വചനം ഓർത്തെടുക്കാനുണ്ടോ? ശാന്തമായി ചിന്തിക്കുക. കൺവെൻഷന് വരാനൊക്കെ ഇഷ്ടമാണ്, പക്ഷേ വചനം ഉള്ളിലേക്ക് പ്രവേശിപ്പിക്കാനായിട്ട് സാധിക്കണം. അടൂർ ഭദ്രാസനം ഏതാനും വർഷങ്ങൾക്ക് മുൻപ് പ്രസിദ്ധീകരിച്ച ഒരു ധ്യാന പുസ്തകം ഞാൻ ഓർക്കുന്നു. അതിൻ്റെ തലക്കെട്ട് വചനക്കൂടെന്നായിരുന്നു. എനിക്ക് ഒരു പ്രതിയുണ്ട്. പ്രിയരെ, കൺവെൻഷൻ പന്തലിൽ മാത്രമല്ല വചനം, നിന്റെ ഭവനം ഒരു വചനക്കൂടാകണം. പ്രതിസന്ധികളിൽ, പ്രലോഭനങ്ങളിൽ കടപുഴകതി വീടാതിരിപ്പാൻ നമ്മുടെ വചനക്കൂടാകുന്ന ഭവനത്തിന് നിലനിൽക്കുവാനായിട്ട് ഇടയായി തീരേണ്ടതാണ്. വീടുകൾ വചനക്കൂടാകുമ്പോഴാണ് ഉണങ്ങിയ അസ്ഥികൾ ഉടലായി മാറുന്നത്. നമ്മുടെ ശരീരങ്ങൾ വചനത്തിൻ്റെ മന്ദിരമായി തീരുവാനായിട്ട് ഇടയായിട്ട് തീരണം. ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഉണർത്തപ്പെടുന്ന ബന്ധം. മടക്കയാത്ര സാധ്യമാണോ? ഉയിരേകുന്ന ചോദ്യം, ഉള്ളൊരുക്കുന്ന ചോദ്യം, ഒരുക്കുന്ന കാഴ്ച, ഉണർത്തുന്നതായിട്ടുള്ള ബന്ധം, ഒരുക്കുന്നതായിട്ടുള്ള വചനം. ഇവിടെ ബന്ധങ്ങളുടെ ഒരു പുതുക്കമാണ് കാണുവാൻ സാധിക്കുന്നത്. വല്ലാതെ ചിതറിക്കപ്പെട്ട അവസ്ഥയിൽ നിന്ന് വേദപുസ്തകത്തിൽ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു. 7-ാം വാക്യത്തിൻ്റെ അവസാനം അസ്ഥി അസ്ഥിയോട് വന്നു ചേർന്നു. ശവക്കുഴിയുടെ അനുഭവത്തിൽ നിന്ന് സൈന്യബലത്തിലേക്ക് മാറുന്നതിന് ബന്ധങ്ങളുടെ ഒരു പുതുക്കം ഇന്ന് ആവശ്യമാണ്. പല കാരണങ്ങളാൽ ഇന്ന് ധ്രുവീകരണങ്ങൾ ശക്തമാകുന്നു, അസമത്വങ്ങൾ രൂഢമൂലമാകുന്നു. വിടവുകൾ ഇന്ന് തിരിച്ചറിയുവാനാകാത്ത വിധം നമ്മളുടെ പൊതുജീവിതം അതിനോടങ്ങ് സമരസപ്പെട്ടിരിക്കുകയാണ്. എല്ലാമുണ്ട് പ്രിയരെ, ഇന്ന് എല്ലാമുണ്ട്. നിർമ്മിത ബുദ്ധിയുണ്ട്, അതിവേഗ ട്രെയിനുണ്ട്, ആകാശ ടാക്സിയുണ്ട്, സീപ്ലെയിൻ ടൂറിസം ഉണ്ട്, ബഹിരാകാശ യാത്രയുണ്ട്. എന്നാൽ മനുഷ്യ മനസ്സുകൾ വല്ലാതെ അകലുന്ന ഒരു സാമൂഹിക അസമത്വം. എല്ലാവരും അവനവനിലേക്ക് അങ്ങ് ചുരുങ്ങുകയാണ്. ഒരു ടിവിയും ഒരു കട്ടിലും ഒരു മൊബൈലും പിന്നെ ഞാനുമുണ്ടെങ്കിൽ എനിക്കെല്ലാമായി അത് മതിയെന്നുള്ള ഒരു പ്രത്യേക സ്ഥിതിവിശേഷം. ഒറ്റപ്പെട്ട ഛിന്ന ഭിന്നമായ അവസ്ഥയിൽ നിന്ന് ബന്ധങ്ങളുടെ ഒരു തിരിച്ചുവരവ് ആഗ്രഹിക്കുന്ന ഒരു ദൈവമാണ്. ബന്ധം നഷ്ടപ്പെടുന്നതാണ് മരണം. അവിടെയാണ് ശ്മശാനം, അവിടെയാണ് കല്ലറ, അവിടെയാണ് അസ്ഥിത്താഴ്വര. ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായം അത് കൃത്യമായിട്ട് പറയുന്നു. അപ്പൻ്റെ 2 മക്കളിൽ ഇളയവൻ എല്ലാം സ്വരൂപിച്ച് ദൂരദേശത്തേക്ക് യാത്രയായി, അവിടെ എല്ലാം നഷ്ടപ്പെടുത്തി. മടങ്ങി വന്ന് അപ്പനോട് അനുദപിച്ച് ഏറ്റു പറയുന്നുണ്ട്, അപ്പ ഞാൻ നിന്നോടും സ്വർഗത്തോടും പാപം ചെയ്തു. ഇത് കേൾക്കുന്ന അപ്പൻ പറയുന്ന ഒരു വാചകം ഇപ്രകാരമുണ്ട്: ഈ എൻ്റെ മകൻ മരിച്ചവനായിരുന്നു. അവൻ കാലിൽ നടന്നു വന്ന് മുന്നിൽ നിന്ന് ഏറ്റു പറയുന്ന മകനെ കണ്ടിട്ടാണ് അപ്പൻ പറയുന്നത്, ഈ മകൻ മരിച്ചവനായിരുന്നു. എന്താ മരണം? സെസേഷൻ ഓഫ് റിലേഷൻഷിപ്പ് ഈസ് ഡെത്ത്. ഇന്നെല്ലാമുണ്ട്, ആൾക്കൂട്ടമുണ്ട്, പക്ഷേ ബന്ധമില്ല. എനിക്ക് ഞാൻ മതി എന്നുള്ള ഒരു ബോധ്യം വല്ലാതെ നമ്മെ ഭരിക്കുന്നുണ്ട്. സമ്പത്തിൻ്റെ പേരിൽ, അധികാരത്തിൻ്റെ പേരിൽ ഒക്കെ നാം വല്ലാതെ ഒറ്റപ്പെട്ടു പോകുന്നതായിട്ടുള്ള പ്രത്യേകമായിട്ടുള്ള സാഹചര്യം. സഭയിൽ ഈ ബന്ധങ്ങൾ നഷ്ടപ്പെടുന്നു. സഭാഗാത്രങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങളൊക്കെ നഷ്ടപ്പെടുന്നുണ്ട്. നമ്മുടെ ശാഠ്യങ്ങൾ ദൈവത്തിൻ്റെ മുഖത്തെ പൊതുസമൂഹത്തിൽ വികൃതമാക്കുകയാണ്. ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. ബന്ധങ്ങളുടെ വീണ്ടെടുപ്പാണ് സഭയുടെ ലക്ഷ്യം. ബന്ധങ്ങൾ വീണ്ടെടുക്കുന്നതാണ് ജീവനിലേക്ക് മടങ്ങുവാൻ സഹായിക്കുന്നത്. സഹോദരന്മാർ തമ്മിലുള്ള പൊരുത്തം, അയൽക്കാർ തമ്മിലുള്ള സൗഹൃദം, ഐക്യത്തിൽ കഴിയുന്നതായിട്ടുള്ള കുടുംബം. പ്രാരംഭരാത്രിയിൽ അഭിവന്യ മെത്രാപ്പോലിത്ത തിരുമേനി ഈ പന്തലിൽ ചോദിച്ച അല്ലെങ്കിൽ ഓർപ്പിച്ച 3 വാക്കുകളുണ്ട്. ഈ ചിന്തയുമായിട്ടുള്ള ബന്ധത്തിൽ അത് ഓർപ്പിക്കാതെ പോകുവാൻ സാധിക്കുകയില്ല. തിരുമേനി 3 വാക്കുകൾ ഇങ്ങനെ പറഞ്ഞു: ഫോർഗീവ്, ഫോർഗെറ്റ് ആൻഡ് റെക്കൺസൈൽ. ജീവൻ വെപ്പാൻ ആരെങ്കിലും കാത്ത് ഇന്ന് ഈ പന്തലിൽ പ്രാർത്ഥനയോടെ ഇരിക്കുന്നെങ്കിൽ ഈ 3 വാക്കുകൾ വളരെ അർത്ഥവത്താണ്.
മണിപ്പൂരിലുണ്ടായ വംശീയ കലാപത്തിൽ പുതുവർഷ തലേന്ന് സംസ്ഥാനത്തെ ജനങ്ങളോട് മാപ്പ് ചോദിച്ച ഒരു മുഖ്യമന്ത്രിയുണ്ട്, എൻ ബീരൻ സിംഗ്. സംസ്ഥാനത്തുണ്ടായ കാര്യങ്ങളിൽ അദ്ദേഹം പറയുന്നു, ഞാൻ ഖേദിക്കുന്നു. അതിൻ്റെ ആത്മാർത്ഥതയെക്കുറിച്ചോ ബാക്കി സംഭവിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചോ ഞാനിപ്പോൾ സംസാരിക്കുന്നില്ല. ആയിരങ്ങൾക്ക് വീട് നഷ്ടപ്പെട്ടു, 250-ലധികം ആളുകൾ കൊല്ലപ്പെട്ടു. അദ്ദേഹം പറയുകയാണ് തൻ്റെ സംസ്ഥാനത്തെ ജനങ്ങളോട്, ഞാൻ ക്ഷമ പറയുന്നു. പ്രിയരെ, ഭൂതകാലത്തെ തെറ്റുകൾ മറക്കണം, പൊറുക്കണം, സമാധാനത്തിലും അഭിവൃദ്ധിയിലും ഒരുമിച്ച് നിൽക്കണം. കിൻസുഗി എന്ന് പറയുന്ന ഒരു വാക്കുണ്ട്, ഒരു ജാപ്പനീസ് ആർട്ടാണ്, ചൈനീസ് കലാരൂപം. പൊട്ടിപ്പോയ ചായക്കോപ്പകളും മൺപാത്രങ്ങളും മരക്കറയും പശയും അതോടൊപ്പം തന്നെ സ്വർണത്തിൻ്റെയോ വെള്ളിയുടെയോ പൊടിയും ചേർത്ത് ഒട്ടിച്ചെടുക്കുന്ന സുന്ദരമായ ഒരു കല. പോറലുകൾ ഒളിപ്പിക്കുന്നതല്ല, മുറിപ്പാടുകളെ അംഗീകരിച്ച് കരുത്തുറ്റവയാക്കി തീർക്കുന്ന, വിളക്കി ചേർക്കുന്ന ഒരു കലാരൂപം. ഇന്ന് നമുക്ക് നഷ്ടപ്പെട്ടതും ഈ ഒരു ബന്ധത്തിൻ്റെ സമഗ്രതയാണ്. വല്ലാതെ പൊട്ടിപ്പോവുകയാണ്, ചിതറിപ്പോവുകയാണ്. 2025 ഐക്യരാഷ്ട്ര സംഘടന വിശേഷിപ്പിച്ചത് എങ്ങനെയാണെന്നറിയാമോ? അന്താരാഷ്ട്ര സഹകരണ വർഷമാണ് 2025. പ്രാർത്ഥിച്ചാരംഭിക്കുന്ന ഈ വർഷം മെച്ചപ്പെട്ട ഒരു ലോകത്തെ കെട്ടിപ്പടുക്കാനാണ് സമൂഹം ആഗ്രഹിക്കുന്നത്. സഭയും മാർത്തോമാ സഭയും അടൂർ ഭദ്രാസനവും എൻ്റെയും നിങ്ങളുടെയും ജീവിതവും കുടുംബങ്ങളും ആഗ്രഹിക്കേണ്ടതും അതാണ്. കോപ്പറേറ്റീവ്നെസ്, ബിൽഡ് എ ബെറ്റർ വേൾഡ്. പ്രിയരെ, നമ്മളുടെ ബന്ധങ്ങളെ തിരികെ പിടിക്കുവാൻ സാധിക്കുമോ? ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുകയാണ്. എനിക്ക് അനുവദിച്ച സമയം ഇവിടെ പൂർണ്ണമാകുന്നു. പരസ്പരം ക്ഷമിക്കുവാൻ, അന്യോന്യ സഹകരണം നൽകുവാൻ, ബന്ധങ്ങളെ തിരികെ പിടിക്കുവാൻ നമുക്കിടയായിട്ട് തീരണം. 2 സഹോദരന്മാർ സ്നേഹത്തിൽ കഴിഞ്ഞവരാണ്. അവർ ഒരു വേള വല്ലാതെ പിണങ്ങുന്നുണ്ട്. അവർ തമ്മിൽ കലഹമുണ്ടായി. ജ്യേഷ്ഠൻ വീടിൻ്റെയും കൃഷിസ്ഥലത്തിൻ്റെയും നടുവിൽ ഒരു ചാൽ വെട്ടി. അങ്ങനെ അവർ തമ്മിലുള്ള ബന്ധം ഇല്ലാതെ ദീർഘനാളുകൾ അവർ കഴിഞ്ഞു. ഒരു ദിവസം ഒരു മരപ്പണിക്കാരൻ അനുജൻ്റെ അവിടെ വന്നിട്ട് ചോദിച്ചു, എന്തെങ്കിലും വേലയുണ്ടോ? ജ്യേഷ്ഠൻ ചാല് വെട്ടിയല്ലോ. അനുജൻ പറഞ്ഞ്, ഈ ചാലിനോട് ചേർന്ന് ഞങ്ങളുടെ കൃഷിയിടങ്ങളെയും വീടുകളെയും വേർതിരിക്കുന്ന ഒരു വേലി നിങ്ങൾ പണിയണം. അതിനുവേണ്ടിയുള്ള ക്രമീകരണങ്ങൾ ഏൽപ്പിച്ചിട്ട് ഈ അനുജൻ പട്ടണത്തിലുള്ള വ്യവസായത്തിന് പോയി. ചില ദിവസങ്ങൾ കഴിഞ്ഞ് വന്നപ്പോൾ വേലി കാണാൻ ചെന്ന അനുജൻ കാണുന്നത് ഈ ചാലിന് കുറുകെയുള്ള പാലമാണ്. ഈ പാലത്തിൽ കുട്ടികൾ നിന്ന് കളിക്കുന്നു. ഈ ജ്യേഷ്ഠനും ആ സമയത്ത് അവിടെ എത്തുന്നുണ്ട്. ജ്യേഷ്ഠൻ നോക്കിയപ്പോൾ, ഞാൻ ചാല് വെട്ടിയെടുത്ത് എൻ്റെ അനുജൻ പാലം പണിതു. ഇത്രമേൽ സ്നേഹിക്കുന്ന അനുജനെയാണല്ലോ ഞാൻ ചാലു വെട്ടി മാറ്റി നിർത്തിയത് എന്ന് കരുതി മൂത്തവൻ ഇളയവനെ കെട്ടിപ്പിടിക്കുകയാണ്. സഹോദരന്മാർ തമ്മിലുള്ള വൈരം അവിടെ അവസാനിച്ചു. അവർ നോക്കുമ്പോൾ ഈ തച്ചൻ തൻ്റെ ഉളിയൊക്കെ അടുക്കി പെട്ടി അടച്ച് പോകാനായിട്ട് ആരംഭിക്കുന്നു. സഹോദരന്മാർ പറഞ്ഞു, തച്ചൻ പോകരുത്, ഇനിയും നിങ്ങൾക്ക് ഇവിടെ വേല ഞങ്ങൾ തരാം. ആ തച്ചൻ പറഞ്ഞ ഒരു മറുപടിയുണ്ട്, ഞാൻ പോവുകയാണ്, എനിക്കിനിയും അനേക ഇടങ്ങളിൽ പാലം പണിയുവാനുണ്ട്. There are many more bridges to build. എന്തിനാണ് കൺവെൻഷൻ? അകന്നിരിക്കുന്ന ഇടങ്ങളിൽ ഇനിയും ചാലുകീറി മതിൽ കെട്ടാനല്ല 2025 ഇറങ്ങി പുറപ്പെടേണ്ടത്. ചാലും മതിലും ഉയരുന്ന ലോകത്ത് പാലം പണിയുന്നവരായി ബന്ധങ്ങളെ വീണ്ടെടുക്കുമ്പോൾ നിർജീവതയിൽ സജീവത സാധ്യമാകും. നമ്മുടെ ഉള്ളൊരുക്കുന്ന ചോദ്യം, ഒരുക്കുന്ന കാഴ്ച, ഉയിരേകുന്ന വചനം, ഉണർത്തപ്പെടുന്ന ബന്ധം. ഉണങ്ങിയ അസ്ഥികൾ വലിയൊരു സൈന്യമായി രൂപാന്തരപ്പെടുവാൻ, നിവർന്നു നിൽക്കുവാൻ ദൈവമേ ഞങ്ങളെ രൂപാന്തരപ്പെടുത്തണമേ എന്ന് നാം പ്രാർത്ഥിക്കാം. ദൈവകരങ്ങളിലേക്ക് അർപ്പിക്കാം. നമ്മുടെ നവസാധ്യതകളെ തിരിച്ചറിഞ്ഞ് വിശ്വാസത്തിൻ്റെ കാഴ്ചയോടെ ഉയിരേകുന്ന വചനവും ഉണർത്തപ്പെടുന്ന ബന്ധങ്ങളുമായി ജീവിപ്പാൻ നമ്മെ തന്നെ ദൈവകരങ്ങളിൽ അർപ്പിക്കാം. അതിന് ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.